Praise the Lord. Praise the Lord. Praise the Lord. ബഹുമാന്യരും സ്നേഹമുള്ളവരും ആയ പ്രിയ സഹോദരന്മാരെ, അല്പസമയം മാത്രം തിരുവചനത്തിൽ നിന്നും ചില വേദഭാഗങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നിങ്ങളുടെ ശ്രദ്ധയെ അല്പസമയം മാത്രം ക്ഷണിക്കുകയാണ്. വിശുദ്ധ ബൈബിളിൽ പ്രകാരം യേശുക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലയളവിൽ ഈ ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ട്. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുക, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുമെന്ന്. സുവിശേഷം എന്നത് അത് യേശുക്രിസ്തു തന്നെയാണ് എന്ന് തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: അവിടെ പറയുന്നത്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആകയാൽ ഈ ലോകത്തിലായിരിക്കുന്ന ഓരോ മനുഷ്യനും വചനം കേൾക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് അവർക്ക് ദൈവം ആരാണ് എന്ന ദൈവത്തിന്റെ പ്രവൃത്തികളിൽ കൂടി അവർക്ക് ബോധ്യമാകുന്നത്. അപ്പോൾ പ്രധാനമായും വചനം കേൾക്കുക, വിശ്വസിക്കുക എന്നുള്ളതാണ്. റോമാലേഖനം 10-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, വിശ്വാസം കേൾവിയാലാണ് വരുന്നത്. അതിനിപ്രകാരം അവിടെ പറയുന്നു, ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും, പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും, കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും എന്നാണ്. അപ്പോൾ വിശ്വാസം കേൾവിയാൽ തന്നെയാണ് വരുന്നത്. മർക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു മനുഷ്യനാണ് തിമായിയുടെ മകനായ ബർത്തിമായി. ഈ ബർത്തിമായി യേശുവും ശിഷ്യന്മാരും യേശുവിനോട് കൂടി അനേകായിരങ്ങളും എരിഹോവിന്റെ വലിയരിയിൽ കൂടി നടന്നു പോകുമ്പോൾ വലിയരിയിൽ ശിക്ഷ യാചിച്ചുകൊണ്ടിരിക്കുന്ന ബർത്തിമായി എന്ന് പറയുന്ന മനുഷ്യൻ വിളിച്ചു പറയുകയാണ്. ഈ ബർത്തിമായി ശരിക്കും കുരുടനാണ്, ഒന്നും കാണുവാൻ കഴിയാൻ പാടില്ലാത്തത്. അവൻ വിളിച്ചു പറയുകയാണ്, ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന്. കാരണം അവന്റെ അകത്തൊരു വിശ്വാസമുണ്ട്, യേശുവിന് കഴിയാത്തതൊന്നുമില്ല, യേശുവിന് സകലതും കഴിയും. അതവൻ ആരൊക്കെയോ പറഞ്ഞു കേട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവന്റെ ഹൃദയത്തിൽ ആ കേൾവിയാലുള്ള വിശ്വാസം നിലനിൽക്കുമ്പോഴാണ് യേശു ആ വഴിയിൽ കൂടി കടന്നു പോകുന്നത്. അവന്റെ നിലവിളി കേട്ടപ്പോൾ പലരും കൂടെ ഉണ്ടായിരുന്നവൻ പറഞ്ഞു, മിണ്ടാതിരിക്കാൻ, ഗുരു അത്യാവശ്യമായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തടസ്സമുണ്ടാക്കരുതെന്നൊക്കെ പറഞ്ഞപ്പോൾ അത്യാവശ്യക്കാരനായ ബർത്തിമായി അവിടെ നിന്ന് വീണ്ടും ഉച്ചത്തിൽ തന്നെ വിളിച്ചു പറഞ്ഞു, ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന്. യേശു ആ മനുഷ്യന്റെ നിലവിളി കേട്ട് അവിടെ നിന്നുകൊണ്ട് ചോദിച്ചത്, നിനക്ക് ഞാൻ എന്ത് ചെയ്തു തരേണ്ടു എന്നാണ്. അവന് കാഴ്ച പ്രാപിക്കണമെന്ന് അവൻ യേശുവിനോട് പറയുവാൻ ഇടയായി തീർന്നു. അവന് കാഴ്ച ലഭിക്കുകയും ചെയ്തു. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യുവാനുള്ള ഇതാണ്. നാം ഈ തിമായിയെ പോലെ
അത് മൃത്യുമായിയെ പോലെ ഒന്ന് വിളിച്ചു പറയുവാനെങ്കിലും മനസ്സുള്ളവരായിരിക്കണം. ഒന്ന് വിളിച്ചു പറയുവാൻ, യേശുവേ നീയാണ് സകലത്തിന്റെ ഉടമസ്ഥൻ, നിനക്ക് യാതൊന്നും കഴിയാത്തതില്ല, നിനക്ക് സകലതും കഴിയും, എന്റെ രോഗത്തെ സൗഖ്യമാക്കുവാൻ നിനക്ക് കഴിയും, എനിക്ക് കാഴ്ചയില്ല, കാഴ്ച തരുവാൻ നിനക്ക് കഴിയും, എന്റെ മുടമ്പ് മാറ്റുവാൻ നിനക്ക് കഴിയും, എന്റെ ഈ ലോക ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്നതായ സകല കഷ്ടങ്ങളെയും നീക്കി എന്നെ സ്വതന്ത്രനാക്കുവാൻ നിനക്ക് കഴിയും എന്ന് വിളിച്ചു പറയുവാനെങ്കിലും നമ്മുടെ വാ തുറന്ന് നാം യേശുവിനോട് അപേക്ഷിക്കുന്നുവെങ്കിൽ തീർച്ചയായും ഈ തിമായിക്ക് ലഭിച്ചതുപോലെ നമുക്കും ഒരു കാഴ്ച ലഭിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യമായത്. ഇപ്പോൾ കാണാൻ പാടില്ലാത്തവൻ, കാണാതെ ഇരുന്ന് വിശ്വാസത്താൽ വിളിച്ചവൻ, അവൻ കാഴ്ച പ്രാപിച്ചു, അവൻ യേശുവിനെ കണ്ടു. യേശു വീണ്ടും വരും. ആ വീണ്ടും വരവിൽ അവൻ യേശുവിനോട് കൂടെ ചേരുകയും ചെയ്യും. കാരണം അവൻ വിശ്വാസത്താലാണ് ദൈവത്തെ കാണുന്നത്, കാഴ്ചയാലല്ല. വിശ്വാസത്താൽ അവൻ ദൈവത്തെ കാണുകയും അറിയുകയും ദൈവത്തിൽ നിന്ന് അവന് ആവശ്യമുള്ളത് ലഭിക്കുകയും ചെയ്തതിനാൽ അവന്റെ വിശ്വാസം വലുതാണ്. ആയതിനാൽ അപ്രകാരമുള്ള മനുഷ്യരാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ യേശുവിനോട് കൂടെ കാഹളം ധ്വനിക്കുമ്പോൾ മധ്യാകാശത്തിൽ എടുക്കപ്പെടുന്നതും നിത്യമായ ദൈവരാജ്യത്തിൽ ദൈവത്തോടു കൂടെ വസിക്കുകയും ചെയ്യുന്നത് എന്ന് തിരുവചനം നമ്മെ ബോധ്യപ്പെടുത്തുമ്പോൾ, പ്രിയമുള്ളവരിൽ, നമ്മുടെ ഈ ലോക ജീവിതം എന്ന് പറയുന്നത് ഓടിയാൽ 70 അല്ലെങ്കിൽ 80 എന്ന ഒരു ചെറിയ കാലഘട്ടം മാത്രമാണ്. അത് പുല്ലിനും അതിന്റെ പൂവിനും സമമാണെന്ന് തിരുവചനം നമ്മെ ബോധ്യപ്പെടുത്തുമ്പോൾ നമുക്ക് ലഭിക്കുവാനുള്ള നിത്യത അത് യേശു കർത്താവിനോട് കൂടെയാണ്. കർത്താവ് ഒരുക്കിയിരിക്കുന്ന ദൈവരാജ്യത്തിലേക്ക് നാം പ്രവേശിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിൽ നാം വിശ്വസിച്ചേ മതിയാകൂ. കാരണം നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി മാത്രമാണ് യേശു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് എന്ന് തിരുവചനം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഒരു മനുഷ്യനും സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ യോഗ്യനല്ല, അവൻ അയോഗ്യനാണ്, അവന്റെ ഹൃദയം അശുദ്ധിയാണ്. അശുദ്ധമായ ഹൃദയവുമായി ഒരു മനുഷ്യന് പോലും ദൈവത്തിന്റെ അടുത്തേക്ക് കടന്നു ചെല്ലുവാനോ ദൈവത്തോടു കൂടെ വസിക്കുവാനോ കഴിയുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം തിരുവചനത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ആയതിനാൽ മനുഷ്യന്റെ അശുദ്ധമായ ആ ഹൃദയത്തെ ശുദ്ധീകരിക്കുവാൻ വേണ്ടിയാണ് യേശു കർത്താവ് കാൽവരിയിൽ 2 കള്ളന്മാരുടെ മധ്യത്തിൽ ക്രൂശിക്കപ്പെട്ടതും മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറി പോകട്ടെ എന്നും അപ്പോൾ കണ്ടവരോട് വിളിച്ചു പറഞ്ഞത്, അല്ലെങ്കിൽ മേൽപോട്ട് യേശു മേഘത്തിൽ മറയുമ്പോൾ അതിനു മുൻപ് തന്നെ നോക്കി നിന്നവർ ദൈവത്തിന്റെ നൂതന പ്രകാരം പറയുവാനിടയായി, എന്തിനാണ് യെരൂശലേം നിവാസികളുമായ നിങ്ങൾ മേളിലോട്ടല്ലെങ്കിൽ ഉയരത്തിലേക്ക് നോക്കുന്നത്? ഈ യേശു പോയതുപോലെ വീണ്ടും വരും എന്ന് അവർ വിളിച്ചു പറഞ്ഞു. കാരണം യേശു വരും. യേശു ഈ ലോകത്തേക്ക് വരുന്നത് ഈ ലോകത്തെ പരിഷ്കരിക്കുവാൻ വേണ്ടിയല്ല. സകല പാപവും ചെയ്ത് ആത്മാവ് നശിച്ച് ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ട് ദൈവത്തോട് സംസാരിക്കുവാനോ ദൈവത്തിനെ മുഖാമുഖം നോക്കി കാണുന്ന ആ ദിവസത്തിലേക്ക് കടന്നു ചെല്ലുകയോ കഴിയാത്തവണ്ണം മനുഷ്യൻ പാപത്തിനടിമയായി കിടക്കുന്നത് കാരണം അതിൽ നിന്ന് ജനത്തെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, ആയതിനാൽ ഈ ചെറിയ കാലഘട്ടത്തിൽ കാഴ്ചയാലല്ല വിശ്വാസത്താലാണ് ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കേണ്ടത്. അപ്രകാരം വസിക്കുമ്പോഴാണ് ദൈവത്തിന് നമ്മോട് പ്രസാദം തോന്നുന്നത്. കാരണം ദൈവം ആത്മാവാകുന്നു എന്ന് തിരുവചനം നമ്മെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. ആയതിനാൽ ആ ആത്മാവിനെ നാം ഒരിക്കലും കാണുവാനല്ല ചിന്തിക്കേണ്ടത്. ഈ ലോക ജീവിതത്തിൽ അത് നമ്മുടെ ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളെ അറിയിക്കുക. ആ ദൈവത്തോട് നാം ദൈവത്തിന്റെ വചനങ്ങളിൽ ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കുവാൻ അല്ലെങ്കിൽ അവസാനിക്കുവാൻ നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ടവരാണ്.
അതാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ആകയാൽ പ്രിയമുള്ളവരെ, ഈ അല്പസമയം മാത്രം നിങ്ങളോട് സംസാരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു അല്പസമയമാണ് നമുക്ക് കിട്ടുന്നത്. ആ സമയത്ത് നാം ഒരിക്കലും നമ്മുടെ രക്ഷയെ നശിപ്പിച്ചു കളയരുത്. അതാണ് രണ്ട് കള്ളന്മാരിൽ ഒരു മനുഷ്യൻ വിളിച്ചു പറഞ്ഞ യേശുവിനോട്, യേശുവേ, നീ രാജത്വം പ്രാപിച്ച് മടങ്ങി വരുമ്പോൾ എന്നെ കൂടി ഓർത്തുകൊള്ളണമേ എന്ന് വിളിച്ചു പറഞ്ഞ ആ കള്ളന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കുകയും നീ ഇന്ന് തന്നെ എന്നോട് കൂടെ പരദേശയിൽ ആയിരിക്കുമെന്ന് പറയുവാനും ഇടയായി തീർന്നതുപോലെ നമ്മളുടെ പാപം എത്ര വലുതാണെങ്കിലും പ്രവാചകൻ പറയുന്നത് പാപം കടും ചുമപ്പാണെന്ന്. അത് ഹിമം പോലെ വെളുപ്പിക്കുന്ന ദൈവമാണ് നമ്മെ ശുദ്ധീകരിക്കുവാൻ വേണ്ടി നമുക്ക് വേണ്ടി തന്റെ ജീവനയാഗമായി നൽകിയത്. ആ യേശുക്രിസ്തുവിൽ വിശ്വസിക്കണമേ. കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ അവനോടുകൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുവാനും നിത്യത മുഴുവൻ ആ ദൈവത്തോടുകൂടെ വസിക്കുവാനുള്ള അവസരം എല്ലാവർക്കും ഒരുങ്ങട്ടെ. ഹൃദയത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുക എന്ന പ്രാർത്ഥനയോടും അപേക്ഷയോടും കൂടി ഞാൻ എന്റെ വാക്കുകൾ ഇപ്പോഴിവിടെ അവസാനിപ്പിക്കുന്ന കർത്താവോ നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.